തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിൻ്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. വളരെ പരിചിതമേറിയൊരു തിരുവചന ഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്നു. 7 വർഷക്കാലം അനുഭവിക്കുന്ന അടിമത്തം, 7 വർഷക്കാലം മിദ്യാന്യരാലും കിഴക്കേദേശക്കാരാലും അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ട് ഒരു പറ്റം ജനത തങ്ങളുടെ ജീവന് പോലും മുൻപോട്ട് പോകാൻ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യ സമ്മർദ്ദത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പിതാവായ ദൈവം ഒരു മനുഷ്യനെ നോക്കി, ഗിദെയോൻ എന്ന ഒരു മനുഷ്യനെ നോക്കി പറയുന്നത്, നിൻ്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തകർച്ചയിലിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ദൂത് കൈമാറുന്നത്, ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും കൈവിടാതെ അതിശക്തിയോടെ മുൻപോട്ട് പോകാനുള്ള ദൈവകൃപയെ ആർജിച്ച് മുൻപോട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നാളുകളായി അനുഭവിക്കുന്ന, കാലങ്ങളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ചില പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ എടുത്തുമാറ്റി വലിയ ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ഒരു വലിയ ദൈവപ്രവർത്തി കാണും. ന്യായാധിപന്മാരുടെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ, ഗിദെയോൻ എന്ന മനുഷ്യനെ നോക്കിയിട്ട് ദൂതൻ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ. അപ്പം നമ്മുടെ ഉള്ളിൽ നാം ആരാണെന്ന് നാം അറിയുന്നതിനും അപ്പുറമായി നമ്മെ അറിയുന്ന സർവശക്തനായൊരു ദൈവമുണ്ട്. നാം ആരാണെന്ന് നല്ലതുവണ്ണം അറിയുന്ന, നമ്മെ എങ്ങനെ ഉപയോഗിക്കണമെന്നും നാം എങ്ങനെ ഉപയോഗപ്പെടണമെന്നും അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുപോലെയാണ് ചുരുക്കം വരുന്ന ജനതകൾ, ന്യൂനപക്ഷമായിരിക്കുന്ന ജനസമൂഹം ഭൂരിപക്ഷമായിരിക്കുന്ന യോദ്ധാക്കളുടെ മുൻപിൽ, കിഴക്കേദേശക്കാരുടെയും അമാലേക്യരുടെയും അമോര്യരുടെയും മിദ്യാന്യരുടെയും ഒക്കെ മുന്നിൽ തകർന്ന് നിൽക്കുന്നൊരു സാഹചര്യം. എന്നാൽ എല്ലാ കാലവും എല്ലാ സമയങ്ങളും തകർച്ചയിലൂടെ വിടാൻ ദൈവം അനുവദിക്കത്തില്ല. നാമൊക്കെ പ്രാർത്ഥനയിൽ വേദനയോടെ പറയാറുണ്ട്, എൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു നന്മ കാണാൻ കഴിയത്തില്ലേ, എൻ്റെ ആയുസ്സിൽ എനിക്കൊരു ദൈവപ്രവർത്തി, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു ദൈവപ്രവർത്തി കാണാൻ കഴിയത്തില്ലേ ദൈവമേ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ച, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അനേക സമയങ്ങൾ ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോഴും നമ്മുടെ മുൻപിൽ കണ്ടേക്കാം. അങ്ങനെ ചോദിച്ച ചില ചോദ്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ദൈവത്തിൽ നിന്ന് ചില കൃപകളെ നിങ്ങളുടെ മേൽ പകർന്ന് കഠിനമായി നമ്മെ വേദനപ്പെടുത്തുന്ന, കഠിനമായി നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തു നമ്മെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ വചനത്തെ സ്വീകരിക്കാൻ കഴിയും? എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ അതരങ്ങൾ തുറന്ന് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. 7 വർഷം നീണ്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ടത്, പ്രതികൂലങ്ങളും കണ്ടത്, അവർ ചിന്തിച്ചത്, ഇനി ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ എഴുന്നേൽക്കത്തില്ല, ഞങ്ങൾ ഈ തകർച്ചയിലൂടെ പോകത്തുള്ളൂ, ഞങ്ങൾ ഈ വേദനയിലൂടെ പോകത്തുള്ളൂ. എന്നാൽ 7-ാമത്തെ വർഷം ദൈവം മിദ്യാൻ്റെ കയ്യിൽ നിന്ന്, കിഴക്കേദേശക്കാരുടെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ തിരിച്ചു പിടിക്കുകയാണ്. ഈ സന്ദേശം പറയുമ്പോൾ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, ചില അഭിഷക്തന്മാരെ നോക്കി പരിശുദ്ധാത്മാ കൈമാറുന്നു. നീണ്ട വർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ച ചില വേദനകൾ, നീണ്ട വർഷങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില പ്രതിസന്ധികൾ മാറത്തില്ലേ എന്ന് ചോദിച്ചത്, ഇത് പിടിമുറുക്കുകയല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറത്തില്ലേ എന്ന് ചോദിച്ചതിനെ വഴിമാറ്റി വലിയൊരു സ്വാതന്ത്ര്യത്തെ പരിശുദ്ധാത്മാവ് നൽകി തരികയാണ്. എന്നാൽ ഗിദെയോനോട് ദൂതൻ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഈ ബലത്തോടെ പോകുക. ഏതു ബലത്തോടെ?
അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കുമ്പോൾ ഗിദെയോൻ ചോദിക്കുന്ന ചോദ്യമാണ്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വന്നു ഭവിച്ചത് എന്ത്? ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെയും ചോദ്യം. ദൈവത്തെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും എത്ര പേരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും മാറ്റമൊന്നും സംഭവിക്കാത്തത് കൊണ്ട് നാം ചോദിക്കുന്നതാ, ദൈവം ഉണ്ടെങ്കിൽ, ദൈവം പ്രവർത്തിക്കുമെങ്കിൽ എന്തേ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്ന് ഭവിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഇതിനൊരു പര്യവസാനമില്ലേ? ഇതിന് മാറ്റം സംഭവിക്കത്തില്ലേ എന്ന് നമുക്കൊരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ദൈവാത്മാവ് കൈമാറുന്നു, ഈ ബലത്തോടെ പോകുക. ഗിദെയോൻ ചോദിച്ച ചോദ്യമാണ്, യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയോ എവിടെ? ദൈവത്തോട് ചോദിക്കാം, കർത്താവെ, പിതാക്കന്മാരെ നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എവിടെയെന്ന് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദരം തുറന്ന് ചോദിക്കാൻ കഴിയുമോ? നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് കഴിയും. ആ ഗിദെയോൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് നാം വായിച്ചു കേട്ടത്. നിൻ്റെ ഈ ബലത്തോടെ പോകാ, നിന്നെ മിസ്രായേലിനെ നീ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നീണ്ട നാളുകൾ അനുഭവിച്ച പ്രതിസന്ധികളിൽ നിന്ന് കരം തന്ന് എഴുന്നേൽപ്പിക്കാനുള്ളൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കാൻ പോകുകയാണ്. തകർച്ചകൾ ഉയർച്ചകളാകാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോട്, ദൈവാശ്രയ ബോധ്യത്തോടെ അവിശ്വാസങ്ങളെ പുറത്താക്കി അവിശ്വസിക്കുന്ന ഹൃദയങ്ങളെ എടുത്തു മാറ്റിയിട്ട് വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൽ പറ, എൻ്റെ തകർച്ചകൾ അതെൻ്റെ നാശമല്ല, എൻ്റെ തകർച്ചകൾ ഉയർച്ചകളായി മാറാൻ പോകുകയാണ്. വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവികാശ്രയത്തോടും നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.